ചില പ്രേക്ഷകരെങ്കിലും കരുതിയിരുന്ന തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3-ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ് താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ. 24,303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJP-യിലേക്കും ഒക്കെ വന്ന് അവിടെ നിന്ന് 2020-ൽ വന്ന് മത്സരിച്ച അഖിൽ മാരാർ കഷ്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ടുകളാണ്. 9,161 എവിടെ? തൃക്കാക്കരയിൽ. ഉമാ തോമസിനേക്കാൾ 24,000 വോട്ടുകൾക്ക് പിറകിലാണ് അഖിൽ രാജ് എന്ന അഖിൽ മാരാർ എന്ന വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു. അപ്പൊ സന്തോഷമായല്ലോ എല്ലാവർക്കും. ഓക്കെ, ഡോക്ടർ അരുൺകുമാർ, നമ്മൾ ഈ അഖിൽ മാരാറിനൊന്നും ഈ സമയത്ത് അങ്ങനെ പറയാൻ പാടില്ല ഡോക്ടർ അരുൺകുമാർ. കാരണം പിണറായി വിജയൻ പിന്നിൽ നിൽക്കുന്ന സമയത്ത് എന്ത് അഖിൽ മാരാർ? അല്ല, അത് പറയണമല്ലോ. ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണമല്ലോ. ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞേ മതിയാവും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ വരുന്ന വിവരമനുസരിച്ച് വലിയ അട്ടിമറികളാണ് നടക്കുന്നത്. കേരളത്തിൽ അട്ടിമറി തമിഴ്നാട്ടിലുമുണ്ട്. തമിഴ്നാട്ടിൽ TVK തമിഴ്നാട്ടിൽ 109 സീറ്റിന്റെ ലീഡ്. TVK അണ്ണാ DMK 73 സീറ്റ്. DMK തകർന്നടിഞ്ഞു. 3-ാം സ്ഥാനത്തേക്ക് സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും പിന്നിലാവുന്നു. ഭവാനിപൂരിൽ മമതാ ബാനർജി പിന്നിലാവുന്നു. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി ബംഗാൾ BJP പിടിക്കുന്നു. പിടിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള പ്രതിപക്ഷ നിരയിലെ വളരെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാർ പിണറായി വിജയൻ, MK സ്റ്റാലിൻ, മമതാ ബാനർജി. പ്രതിപക്ഷ നിരയിലെ കരുത്തരായ 3 മുഖ്യമന്ത്രിമാർ പ്രതിപക്ഷ ചേരിയിൽ നിന്ന് ഇല്ലാതാവുന്നു എന്ന വലിയ രാഷ്ട്രീയ സാഹചര്യമാണ് ദേശീയതലത്തിൽ ഉണ്ടാകുന്നത്. ഏതായാലും കാഞ്ഞിരപ്പള്ളിയിൽ ഇപ്പോഴും N ജയരാജ് പിന്നിലാണ്. 2,610 സംഭൂജരാകുമോ കേരള കോൺഗ്രസ് മാണി? ഇനി ഒരേ ഒരു എടുത്ത് മാത്രമേ ഉള്ളൂ കേരള കോൺഗ്രസ് മാണി. ഒരേ ഒരു സീറ്റിൽ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ മാത്രമാണ്. ബാക്കി എല്ലായിടങ്ങളിലും കേരള കോൺഗ്രസ് രണ്ടിലെ വാടി കരിഞ്ഞ് തണ്ടൊടിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ് കേരള കോൺഗ്രസ് മാണി. മറുഭാഗത്ത് നോക്കൂ, 8-7 വിജയിച്ച് കേരള ബാലഗോപാൽ കൊട്ടാരക്കരയിൽ ലീഡ് പിടിച്ചു. 242 വോട്ടിന് KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ ലീഡ് പിടിച്ചു. ബാലഗോപാൽ തിരിച്ചു വരുന്നു. KN ബാലഗോപാൽ 242 വോട്ടുകൾക്ക് വീണ്ടും ഐഷ പോറ്റിയെ പിന്നിലാക്കി. എത്രാമത്തെ റൗണ്ട് ആണാവോ? KN ബാലഗോപാൽ തിരിച്ചു വരുന്നു. കടുത്ത മത്സരമാണ്. സുധാകരൻ അമ്പലപ്പുഴയിൽ ലീഡ് ഉയർത്തുന്നു. 6,800 വോട്ടുകളുടെ ലീഡ് അമ്പലപ്പുഴയിൽ ജി സുധാകരന്. 6,800 വോട്ടുകളുടെ ലീഡ്. 6,800 വോട്ടുകളുടെ ലീഡ്. ചേർത്തലയിൽ മന്ത്രി P പ്രസാദ് 4,840 വോട്ടുകൾക്ക് മുന്നിൽ. ചേർത്തലയിൽ മന്ത്രി P പ്രസാദ് 4,840 വോട്ടുകൾക്ക് മുന്നിൽ. ഒരു തവണ പിന്നിൽ നിന്നു. അതെ, ഒരു തവണ പിന്നിൽ പോയി. KN ബാലഗോപാൽ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, പിന്നെ ഇപ്പോൾ പ്രസാദ്. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ മന്ത്രിമാരിൽ 3 മന്ത്രിമാർക്കാണ് ഇപ്പോൾ നല്ല ഭൂരിപക്ഷം ഉള്ളത്. ഒന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്, ഒന്ന് GR അനിൽ, മറ്റൊന്ന് മന്ത്രി രാജൻ. ബാക്കിയുള്ള മന്ത്രിമാരുടെ കാര്യത്തിൽ നേരിയ ഭൂരിപക്ഷമേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ KN ബാലഗോപാൽ 242 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രം.